ഹ്യൂമൻ ലൈഫ് വാല്യൂ. ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടത്. ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന പേര് നമ്മൾ കേൾക്കുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും മോട്ടോർ ആക്സിഡന്റ് കേസുകളിൽ, അതുപോലെ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്ന് ലോകമെമ്പാടും ലൈഫ് ഇൻഷുറൻസ് കവർ ഒരു വ്യക്തിക്ക് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഹ്യൂമൻ ലൈഫ് വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ. ഒരു വ്യക്തിയുടെ വരുമാന ശേഷിയും കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ട് ആശ്രയിക്കുന്നതിനെയും കണക്കാക്കുന്ന ഒരു സാമ്പത്തിക അളവുകോലാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശരിയായിട്ട് ഒരു വ്യക്തിക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്നുള്ളത് നിർണ്ണയിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കുടുംബത്തിന്റെ ഭാവി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ ആകെയുള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആകെയുള്ള വരുമാനത്തിന് നികുതി കഴിച്ചിട്ടുള്ള ബാക്കി തുകയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വരുമാനമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കണക്കാക്കേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ വരുമാനം കണക്കാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുമാനം, ചില ആൾക്കാർക്ക് വീടോ അല്ലെങ്കിൽ കടകളൊക്കെ നമ്മൾ റെന്റിന് കൊടുത്തിട്ടുണ്ടായിരിക്കും, റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടായിരിക്കാം, കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റനേകം വ്യത്യസ്തമായിട്ടുള്ള രീതികളിലുള്ള വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാകും. ഇതെല്ലാം കൂടി അദ്ദേഹത്തിന്റെ വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കണം. ഇനി വരുമാനം കണക്കാക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചെലവുകളും നമ്മൾ കാണണം. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലെ 100-ൽ 65% ആൾക്കാരും ലോണുള്ള വ്യക്തികളാണ്. ഏറ്റവും പുതിയ പഠനം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ലോണുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടി ഒരു ഭാവിയിൽ ഈ ഇപ്പോൾ ഉള്ള നിലവിലുള്ള കടങ്ങളെല്ലാം വീട്ടിയെടുത്തുകൊണ്ട് ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുക, ഒരു വീട് വെക്കാനാവും ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുക, കാറ് വാങ്ങാനായിരിക്കാം, ബൈക്ക് വാങ്ങാനായിരിക്കാം, മൊബൈല് വാങ്ങാനായിരിക്കാം, ഇനി എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കായിരിക്കാം, കാർഷിക മേഖലയിലേക്ക് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോൺ എടുക്കാറുണ്ട്. കാരണം ഇന്ന് ലോൺ എടുക്കാന്നൊന്നും പറയുമ്പോൾ അതൊരു സാധാരണ സംഭവം മാത്രമായിട്ട് ഓരോ വ്യക്തികളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നു, അത് കഴിയുമ്പോൾ ലോൺ വീട്ടുന്നു, വീണ്ടും എടുക്കുന്നു, വീണ്ടും വീട്ടുന്നു. ആ ഒരു രീതിയിലാണ് ഇന്ന് പല മലയാളികളുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഇദ്ദേഹത്തിന് വരുമാനമുള്ള സമയത്തും ഇദ്ദേഹത്തിന് ജോലിയുള്ള സമയത്തും അതൊരു സാധാരണ സംഭവം മാത്രമാണെങ്കിൽ എവിടെങ്കിലും ഒരു ബ്രേക്കിംഗ് വരുന്ന സമയത്താണ് പലപ്പോഴും ഈ ലോണ് നമുക്ക് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറി വരുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ കണക്കാക്കിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തു വെക്കേണ്ടത്. അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും ആസ്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പെൻസുകളും ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കവർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമുക്ക് കണക്കാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഭാവിയിൽ ഇപ്പൊ നമ്മൾ ലോൺ ഉണ്ട് അത് വീട്ടാനാണെന്ന് പറഞ്ഞു, പക്ഷെ അത് മാത്രം പോരാ. ഒരുപക്ഷെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഭാവിയിൽ അവരുടെ പഠനം ഇന്ന രീതിയിലേക്ക് പോകുന്നത് മിക്കവാറും രക്ഷിതാക്കളെല്ലാം സ്വപ്നങ്ങൾ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ലോണും ബാധ്യതകളും നാളെ കുടുംബനാഥനായിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വരുമാനത്തിന് പെട്ടെന്ന് ബ്രേക്കിംഗ് വരുമ്പോൾ ഈ ലോണും ബാധ്യതകളൊക്കെ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സം വരാൻ പാടില്ല. അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്ലാനുകൾക്ക് ഒന്നും തന്നെ തടസ്സം വരാൻ പാടില്ല. കാരണം അതെല്ലാം ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എവിടെയെങ്കിലും ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ അനാഥായി പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ കണക്കാക്കിയിട്ട് ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ കണക്കാക്കുക എന്നുള്ളത് നോക്കാം. കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഇല്ലാത്ത വീടുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഒരു കാർ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആ കാറിന്റെ വില ഒരു 50 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ അതിന് 50 ലക്ഷം രൂപ മുഴുവനായിട്ട് ഇൻഷുറൻസ് കവറേജ് വരുന്ന രീതിയിലാണ് നമ്മൾ
ഒരു കാർ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് തരാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 5-6 മാസം കഴിഞ്ഞ സമയത്ത് ഒരു ആക്സിഡന്റ് വന്ന് ഒരു ഫുൾ ലോസ് ആണ് വണ്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരിക്കലും അത് ഇനിയും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു നഷ്ടമായിട്ട് ആ ആക്സിഡന്റിൽ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന നഷ്ടപരിഹാരം കൊണ്ട് മറ്റൊരു പുതിയ വാഹനം എടുക്കണം. അതിന് സാധിക്കാനാണ് ഫുൾ എമൗണ്ടിൽ നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിക്കും അതിന് ആനുപാതികമായിട്ട് നമ്മുടെ മൂല്യത്തിനനുസരിച്ച്, നമ്മുടെ വാല്യൂവിനനുസരിച്ചുള്ള നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണക്കാക്കാൻ നോക്കാം. 1,00,000 രൂപ ഒരു വ്യക്തിയുടെ വരുമാനമാണ് ഒരു മാസം. അദ്ദേഹത്തിന് ഒരു വർഷം 12 ലക്ഷം രൂപയാണ് വരുമാനം കണക്കാക്കുക. അതിൽ കൂടിയത് കുറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 35 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷം 12 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വരുമാനമായി. അദ്ദേഹം ഒരു 60 വയസ്സ് വരെയാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് നോക്കിയാൽ. ഒരുപക്ഷെ ബിസിനസ്സുകാരാണെങ്കിലും കൂടുതലാകാം, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിലും കൂടുതലൊക്കെ ആവാം, ചിലപ്പോൾ അതിൽ കുറവാകാം. പക്ഷെ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു 60 വയസ്സ് വരെ എടുക്കാം. 25 വർഷമാണ് അദ്ദേഹത്തിന് മുന്നിൽ ജോലി ചെയ്യാനുള്ള തെരഞ്ഞെടുത്ത സമയം. അപ്പോൾ ഒരു വർഷം 12 ലക്ഷം ആണെങ്കിൽ ഇന്നത്തെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോഴേക്കും ഒരു 3 കോടി രൂപയാണ് അദ്ദേഹത്തിന് ഇൻകമായിട്ട് കിട്ടുന്നത്. ആ 3 കോടി രൂപ കവറേജ് വരുന്ന രീതിയിലാണ് അദ്ദേഹം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് പല വ്യക്തികളുടെ ഉള്ളിലുള്ള സംശയം, 3 കോടി രൂപയ്ക്കൊക്കെ ഞാൻ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഞാൻ വലിയൊരു തുക അടക്കേണ്ടി വരില്ല എന്നാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് എടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഇൻഷുറൻസ് കവറേജിന്റെ കൂടെ ഒരു സമ്പാദ്യം കൂടി ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള എൻഡോമെന്റ് പ്ലാനുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വലിയ പ്രീമിയങ്ങൾ നിങ്ങൾ അടക്കേണ്ടി വരുന്നത്. പക്ഷേ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തുക മാത്രമാണ് നമുക്ക് അടക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3 കോടി രൂപ വരികയാണെങ്കിൽ 35 വയസ്സുള്ള ഒരു വ്യക്തിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1,00,000 രൂപയുടെ താഴെയാണ് ഒരു വർഷത്തേക്ക് പ്രീമിയം ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 10,000 രൂപയുടെ താഴെയാണ് വരുന്നുള്ളൂ. 1,00,000 രൂപ വരുമാനമുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് 1,00,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ താഴെ ഇൻഷുറൻസിലേക്ക് മാറ്റി വെച്ചാൽ അത് നഷ്ടമല്ല, അതൊരു അസറ്റാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഭാവിയിൽ നമുക്ക് വരാവുന്ന ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം 3 കോടി രൂപ എടുത്തു കഴിഞ്ഞാൽ ബൈ ചാൻസ് 1-2 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ഒരു മരണം സംഭവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരമായിട്ട് 3 കോടി രൂപ ഈ കുടുംബത്തിലേക്ക് കൊടുക്കും. അദ്ദേഹത്തിന് 1 കോടി രൂപ ബാധ്യത ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ബാധ്യത ഉണ്ടെങ്കിൽ ആ 1 കോടി രൂപ ബാധ്യത വീട്ടിൽ കഴിഞ്ഞാൽ ബാക്കി 2 കോടി രൂപയാണ് ഈ ഫാമിലിയിലേക്ക് കിട്ടുക. അത് കൃത്യമായിട്ട് എല്ലാ മാസവും റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഭാഗത്ത് നിക്ഷേപിച്ചാൽ, അത് ഇൻഷുറൻസിലാവാം, ഇനി മറ്റ് പല മേഖലകളിൽ നിങ്ങൾക്ക് അത് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന രീതിയിൽ എവിടെയാണോ നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിരക്കിൽ ഒരു 6% റിട്ടേൺ നമ്മൾ കണക്കാക്കാം. വലിയ റിട്ടേൺ കിട്ടുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ നമുക്ക് നിക്ഷേപിക്കാം. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 6% പറയുന്നത് മാത്രം. 6% കിട്ടുന്ന രീതിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 2 കോടി ഇട്ട് കഴിഞ്ഞാൽ 12 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത്. 12 ലക്ഷം രൂപ ഒരു വർഷം കിട്ടുമ്പോൾ അത് ഒരു മാസത്തേക്ക് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 രൂപ വരുമാനമായി. അപ്പൊ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥനായിട്ടുള്ള വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താണോ അദ്ദേഹത്തിന് വരുമാനം, ആ വരുമാനം അദ്ദേഹത്തിന്റെ അഭാവത്തിലും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ കുടുംബത്തിലേക്ക് ബാധിക്കുന്നില്ല. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സന്തോഷം എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഒരു വ്യക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പകരം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം മൂലം ആ കുടുംബത്തിന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക നഷ്ടത്തെ നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുക ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഹ്യൂമൻ ലൈഫ് വാല്യൂ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതെല്ലാം കണക്കാക്കി നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് വന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്രയും അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുമാന വർധനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണൽ വരുമാനമോ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കവറേജ് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളുടെ എന്താണോ നമ്മളുടെ വാല്യൂ എന്നുള്ളത് കണക്കാക്കി അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരികയാണെങ്കിൽ അതൊരു തരത്തിലും നമ്മുടെ കുടുംബത്തെ നമുക്ക് ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ലൈഫ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കാം. ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക്
മറുപടി തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും എന്ന് നിലനിർത്താൻ ആവശ്യത്തിന് നിങ്ങളുടെ കവറേജ് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ വ്യക്തികൾക്കും കഴിയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളെ ഇനിയും അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.